ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചത് പലരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എന്റെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ പ്രഭാതനായ സ്തോത്രം ചെയ്യുന്ന ഈ വചനം ധ്യാനിക്കുവാനുള്ള കൃപയും ജ്ഞാനവും പരിജ്ഞാനം ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ആത്മാവിനോട്ട് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കാൻ കൃപ തരണം. അടികളെ ശുദ്ധീകരണ രക്തത്താൽ കഴുകണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റുന്നു. അത്ഭുതം പ്രവർത്തിക്കണം. ദൈവാത്മാവ് ഇടപെടണമേ. വചനത്തിന് മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെടുവാനും ഈ വചനം കേൾക്കുന്ന മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലുടെ സകലവർക്കും അനുഗ്രഹമായി തീരുവാനും ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ എല്ലാവർക്കും ആയിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ഇന്നൊരു വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ വാക്യമാണ്. പൗലോസ് എത്തിയത് ത്രോവാസിൽ ആണ് എത്തിയിരിക്കുന്നത്. ത്രോവാസിലാണ് ഇപ്പൊ പൗലോസ് ആയിരിക്കുന്നത്. ആ സമയത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭവിച്ചത് കൊണ്ട് അവരോട് സംഭാഷിച്ചത് പാതിരുവരെയും പ്രസംഗം നീട്ടി. ശക്തമായൊരു പ്രസംഗം പൗലോസ് അങ്ങ് പ്രസംഗിക്കുകയാണ്. പൗലോസ് മണിക്കൂറോളം പ്രസംഗിച്ചു. ഇവിടെ നമ്മൾ അല്പസമയം, അരമണിക്കൂർ 2 മണിക്കൂർ വിടുമ്പോ എന്തൊരു പ്രസംഗം! പൗലോസിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. ചിലര് പറയും സമയം എഴുതി വെച്ചുള്ള ഞങ്ങളുടെ പൂജ തീർന്നു. പൗലോസ് തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെയും പ്രസംഗമാണ്, ശുശ്രൂഷയാണ്. ഇവിടെ സമയം വെച്ചിട്ടില്ല. ബൈബിളില് ആരാധനയ്ക്ക് സമയം വെച്ചിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് സമയം വെച്ചിട്ടില്ല. പൗലോസിന്റെ പ്രസംഗം എങ്ങനെയാ? പൗലോസ് പ്രസംഗിച്ച് തുടങ്ങിയത്, സംഭാഷിച്ചത്, പ്രസംഗം അങ്ങ് നീണ്ടു, ജനം അങ്ങ് കേട്ടു. ജനം വളരെ ആത്മഭാരത്തോടെ കേട്ടു. അപ്പൊ കേൾക്കുമ്പോ നമ്മള് ആത്മഭാരത്തോടെ, പ്രസംഗത്തിന് സമയമുണ്ടോ? ഇല്ല. ശുശ്രൂഷയ്ക്ക് സമയമുണ്ടോ? ഇല്ല. പൗലോസ് അത്രത്തോളം ആത്മഭാരത്തോടെ ത്രോവാസിൽ ദൈവജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാട്, വചനങ്ങളുടെ മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെട്ട് ദൈവ സാന്നിധ്യം വന്നിരിക്കുമ്പോൾ സമയം വെച്ച് ഇന്നിപ്പോ ഇത്ര സമയം കൊണ്ട് പ്രസംഗിച്ച് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് പറയും, ഞാൻ മൈക്കെടുക്കത്തില്ല. ഇന്ന് നമുക്കില്ല, നമുക്ക് എല്ലാത്തിനും പരിജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ദൈവം തന്റെ ദാസനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുക, പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച ത്രോവാസില് തന്റെ ദാസനെ പൗലോസിന്റെ മേൽ ശുശ്രൂഷ കൊടുത്തത് കൊണ്ട് പൗലോസ് സ്വതന്ത്രമായി ശുശ്രൂഷിക്കുകയാണ്. മറ്റൊരു ദൈവദാസൻ വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലേ? നമുക്ക് ഇനി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ദൈവദാസൻ ഉണ്ടെങ്കിൽ പറയും നമ്മുടെ ശുശ്രൂഷയൊക്കെ അല്പം. പക്ഷെ ഇവിടെ പൗലോസിനെ ഇവിടെ പൗരത്തിക്ക് നിർത്താനില്ല. പൗലോസിനെയാണ് ദൈവം പൂർണ്ണമായിട്ട് ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആ സമയത്ത് മറ്റൊരു ദൈവദാസൻ അവിടെ ചെയ്തില്ലാത്തതുകൊണ്ട് പൗലോസിന്റെ രീതിയിൽ ശക്തമായ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഈ ഒരു ഞങ്ങൾ അവിടെ എന്താണ് മാളിക മുറി ഉണ്ടായിരുന്നു. മാളിക മുറിയോട് അതിനു മുമ്പേ അവരെന്ത് ചെയ്തു? അപ്പം നുറുക്കി കൂടി ഒരുമിച്ച് കൂടുമ്പോ അപ്പം നുറുക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ എന്റെ നാമത്തിൽ 1-2 പേർ അവിടെ ഇവിടെ മധ്യ കൂടുമ്പോ അവിടെ അപ്പം കർത്താവിന് തിരുമേശ ഉണ്ടായിരുന്നു. തിരുമേശ എടുക്കുന്ന അനുഭവം അപ്പം നുറുക്കിയും. നമുക്ക് തിരുമേശയോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾ തിരുമേശയായിട്ട് ബന്ധമുണ്ടാവണം. തിരുമേശയിൽ ബന്ധമില്ലാതെ പോകരുത്. നമ്മളിപ്പോ മാസം തോറും നടക്കുന്ന തിരുവത്താഴത്തിൽ നിങ്ങൾ പങ്കാളികളാവണം. തിരുവത്താഴത്തിൽ നിങ്ങൾക്ക് കൂട്ടായ്മ വേണം. യേശുമായുള്ള ആ മേശയോട് സ്നാനം മാത്രം പോരാ, നമുക്ക് എന്താണ് അതിന് മേശയോടുള്ള കൂട്ടായ്മ വേണം. ആ മേശ അപ്പം നുറുക്കുവാനും കൂടി വന്നപ്പോൾ, എന്നാൽ ആ മേശ നുറുക്ക് തിരുവത്താഴമൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. ആ സമയത്ത് മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു.
എന്നുവെച്ചാൽ ലൈറ്റിന്റെ എല്ലാ അന്നത്തെ വിളക്കെന്ന് പറയണത് അന്ന് കറണ്ടോ മറ്റുള്ള കാര്യമൊന്നുമല്ല. എന്താണ്, എണ്ണ എടുത്തു വിളക്ക് കത്തിക്കുന്ന അനുഭവമാണ്. അന്നത്തെ കാലങ്ങളിൽ വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ഒലുവെണ്ണ എടുത്ത് വിളക്ക് കത്തിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതാണ്, വളരെ വിളക്കുകൾ ഉണ്ടായിരുന്നു, അല്ല ലൈറ്റ് ഉണ്ടായി നമുക്കെന്ന് പറയാം. ഇന്ന് പറയാം, ഒരുപാട് ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്നുവെച്ചാൽ വിളക്കുണ്ടായിരുന്നു. ഈ വിളക്കുണ്ടായിരുന്ന സമയത്ത് അവിടെ യൂത്തിക്കോസ് എന്നൊരു യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്നു. കിളിവാതിൽക്കൽ ഇരുന്നുകൊണ്ട് യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു യൗവനക്കാരനാണ് എന്ന യൗവന കിളിവാതിൽ ഇരുന്നു. ഈ പ്രസംഗം കേട്ട് ഗാഠനിദ്ര പിടിച്ചു. ചിലർ പ്രസംഗം കേൾക്കുമ്പോ ഇവിടെ ഒന്നും ആയിരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും ഇരിക്കും. ദൈവവചനം സംസാരിക്കുമ്പോ ഉറങ്ങിപ്പോകരുത്. വചനം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഉറക്കം പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു വെളിവില്ലാതിരിക്കരുത്. വെളിവില്ലാതിരിക്കുമെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ട്. വെളിവില്ലാതിരുന്നാൽ വെളിപ്പെടുത്തും. എങ്ങനെ വെളിപ്പെടുത്തും? താഴെ വീഴുമ്പഴി നീ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയും. ആമേ. ഉറക്കം വചനം കേൾക്കുമ്പോ ഉറങ്ങി താഴോട്ട് വീഴുവാൻ വളരെ സാധ്യത കൂടുതലാണ്. ഉറക്കമില്ലാത്തവർക്ക് പ്രസംഗം കേട്ടാൽ ഭയങ്കര ഉറക്കമാണ്. മനസ്സിലായില്ലേ? എത്ര ഉറക്കമില്ലാത്തവരും പറയും, അയ്യോ പാസ്റ്ററെ 6 മാസം കൊണ്ട് ഉറക്കമില്ല. ചിലർ വന്ന് സഭയിൽ നിന്ന് വല്ല ഉറക്കമായിരിക്കും. ചില പാസ്റ്റർമാർ പറയും, പാവം ഉറങ്ങട്ട്, വീട്ടിലേ ഉറക്കമില്ല, അവരെ തട്ടി ഉണർത്തണ്ട. വീഴാൻ സാധ്യത കൂടുതലാണ്. നിന്റെ ആത്മീയ ജീവിതം വീഴും. ആത്മീയ ജീവിതത്തിൽ വീഴാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. വീഴുവാൻ സാധ്യത കൂടുതലാണ്. നീ ദൈവവചനം കേൾക്കേണ്ട സമയത്ത് ആമേ നീ ഉറക്കത്തിലോട്ട് പോയാൽ വീഴാൻ സാധ്യത കൂടുതലാണ്. എങ്ങനെ വീഴും? ആത്മീയത്തിലും വീഴും, ഭൗതികത്തിലും വീഴും. ആത്മീയത്തിൽ വീഴുന്ന പിന്നെ പറയണ്ട, ഭൗതികത്തിന് വീഴും. അപ്പോ ഇവിടെ ഗാഠനിദ്ര പ്രസംഗം പൗലോസിന്റെ രീതിയിൽ ശക്തമായ തിരുവചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെട്ടെന്ന് തുണ്ടൻ രണ്ടെന്ന രീതിയിലാണ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസംഗിക്കാൻ വന്നിരുന്ന പ്രസംഗിക്കും. ഇവിടെ ഉറങ്ങിയില്ലെന്ത് ഇവിടെ നോക്കുന്നില്ല. കർത്താവിന്റെ മുഖത്ത് നോക്കി തിരുവചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സ്വീകരിക്കുന്നവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്, അലസ്യമായിരിക്കുന്നവരുണ്ട്, ഉറങ്ങുന്നവരുണ്ട്, സമയത്തിന് കയറുന്നവരുണ്ട്, കയറാത്തവരുണ്ട്, വരുന്നവരുണ്ട്. പൗലോസ് നോക്കാറില്ല. പൗലോസിനൊരു ശുശ്രൂഷ അവിടെ ഒരുക്കി കഴിഞ്ഞാൽ, ദൈവം ഒരുക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരുവചനം സംസാരിക്കണം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ പ്രസംഗം കേട്ടുവപ്പോൾ ഗാഠനിദ്ര, ഉറക്കത്തിന്റെ ഭ്രാന്ത് കയറി അങ്ങ് തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ഞാൻ ചോദിട്ടെ, പൗലോസ് ഇത്രയും നേരം പ്രസംഗിച്ചത് ഉറങ്ങാൻ വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്ന? ഇന്നലെ വരെയും എന്റെ പ്രസംഗം കേട്ട് ഉറങ്ങണമെങ്കിൽ ഞാൻ പറയും എന്റെ താരാട്ട് പാട്ടായിരുന്നു പ്രസംഗം. ചിലവര് കേൾക്കാൻ പറയും, ഈ പ്രസംഗം 2 പഞ്ഞിയും കൊണ്ടുവരും. ഇങ്ങനെ കേൾക്കുമ്പോഴേ എനിക്ക് കലിപ്പാണ്. ഞാൻ വന്നില്ലെങ്കിൽ എന്നെ കൊല്ലും. അതുകൊണ്ട് 2 പഞ്ഞി ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടഞ്ഞുപോയ ചെവിയിൽ സുവിശേഷം, ഇതുപോലെ സുവിശേഷം എത്ര പറഞ്ഞാലും സുവിശേഷം കേൾക്കാൻ പറ്റൂല, വചനം കേൾക്കാൻ പറ്റുന്നില്ല. ഇത് പഞ്ഞി അടഞ്ഞുപോയ അനുഭവങ്ങളാണ്. ആനേരെ ചെവിക്കകത്ത് അടഞ്ഞു പോയത് കൊണ്ടാണ് ഉറക്കം വന്നത്. ആമേൻ, ഹല്ലേലൂയ. വചനത്തിന്റെ അത്രത്തോളം പവർ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ വചനം, ആ വചനം അകത്ത് ചെന്ന് കേട്ട് ഗ്രഹിച്ച് വിടുതലെടുക്കേണ്ട സമയത്ത്, ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയത്ത് ആ സാന്നിധ്യം അനുഭവിക്കാതെ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ചെവിക്കകത്ത് പഞ്ഞി. ഹല്ലേലൂയ. ഗാഠനിദ്ര പിടിച്ചു പൗലോസ്. വളരെ നേരം നോക്കിക്കോണം, ഉറങ്ങിയാൽ പൗലോസ് ഈ ഗാഠനിദ്ര പിടിച്ചു. യൂത്തിക്കോസിന് ഗാഠനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കുന്നാൽ നിദ്രാവശനായി. പൗലോസിന്റെ രീതിയിൽ വളരെ നേരം സംഭാഷിച്ചു. എന്നാൽ സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. ഇത് എവിടെയായിരുന്നു? 3-ാം തട്ടിൽ നിന്നും അവ താഴെ വീണു. 3-ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണു. പൗലോസിന് മേൽ 3-ാം നീ ഉറങ്ങിയാൽ താഴെ വീഴും. ആത്മീയയിൽ ഉറങ്ങിയാൽ, നീ ആത്മീയയിൽ ഉറങ്ങിയാൽ
ആത്മീയയിൽ ഉറങ്ങിയാൽ ഇന്ന് വിളിച്ചു പറയുകയാണ്, നീ താഴെ വീഴുവാൻ സാധ്യത കൂടുതലാണ്. ആത്മീയയിൽ ഉറങ്ങിപ്പോകരുത്. ദൈവ പൈതലേ, ആത്മീയയിൽ നീ ഉറങ്ങിപ്പോകരുത്. ജാഗ്രതയോടെ ഇരി. ദൈവസനിൽ വചനത്തിന് ഉറങ്ങിപ്പോകരുത്. കർത്താവിന്റെ സനിൽ വരുമ്പോൾ ഉറങ്ങിപ്പോകരുത്. എത്ര ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം പറയണം. ആമേ ഹല്ലേലൂയ, എനിക്ക് അവിടെ ജയിക്കും ഒരു കൃപ തരണമേ. പ്രാർത്ഥിച്ചു ഒരുങ്ങി തയ്യാറാകുമെങ്കിൽ ഈ പ്രഭാതത്തിലൊക്കെ നമ്മൾ എഴുതിക്കുമ്പോൾ തലേസമയം പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് കൃത്യസമയത്ത് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. ഇന്ന് 4:30 മണിയായപ്പോ കൃത്യമായിട്ട് അലാറം വെക്കാൻ ഞാൻ എഴുതിച്ചു. ആദ്യം 2 മണിക്കാരാണ് നേരത്തെ അവൻ പ്രാർത്ഥിക്കും. അപ്പൊ എന്നെ തട്ടി ഉണർത്തണമേ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങുന്ന ആളാ. അല്ല, നേരത്തെ പറയും 4:30 മണിക്ക് നോക്കിയപ്പോൾ കൃത്യം 4:30 മണി. ഇന്ന് 4:30 മണിക്ക് എഴുതിച്ചു. അത് കഴിഞ്ഞപ്പോൾ അലാറം അടിച്ചു തുടങ്ങി. അപ്പൊ എല്ലാവരും തട്ടി ഞാൻ തന്നെ ഉണർത്തി. എല്ലാവരും തട്ടി കൃത്യമായിട്ട് കയറ്റുന്നതാണ്. നമുക്ക് ഗാഢനിദ്ര പിടിച്ചാൽ, പാസ്റ്റർ ഉറങ്ങിക്കഴിഞ്ഞ് ഗാഢനിദ്ര പിടിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളും ഗാഢനിദ്ര വീഴും. പാസ്റ്റർ വീഴുന്നു കഴിഞ്ഞാൽ വിശ്വാസിയും വീഴും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനത്തിന് മുമ്പിൽ വചനം കേട്ട സമയത്ത് മൂന്നാമത്തെ നിലയിൽ നിന്നും ആര് വീണു? യൂത്തിക്കോസ് എവിടെ വീഴുന്നു? താഴെ വീണു. ഉറങ്ങിപ്പോയി വീഴും. ദൈവ മക്കളെ, കർത്താവിന്റെ മുമ്പിൽ ഉറങ്ങിപ്പോയി വീണ ആരായിരുന്നു? അടുത്തൊരാള് പത്രോസ് അല്ലേ? യൂത്തിക്കോസ് പൗലോസിന്റെ പ്രസംഗം കേട്ടു വീണു. പക്ഷെ യേശുവിന്റെ മുമ്പിലും, യേശു ആ ക്രൂശീകരണത്തിന് മുമ്പേ തലേ ദിവസം ഒരു മലയിലോട്ട് 3 പേര് പ്രാർത്ഥിക്കാൻ പോയി. എന്നാൽ പത്രോസ് എന്ത് ചെയ്തു? 3 പേരും ഉറങ്ങിപ്പോയി. ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഇവിടെ പ്രസംഗം കേട്ടു, ഒരുത്തൻ പ്രസംഗം കേട്ടു, താഴോട്ട് വീണ സമയത്തും ആ എരിവുള്ള വേദനയുടെ നടുവിലും ദൈവമക്കളെ, ജീവിതത്തിലേക്ക്, എന്റെ ജീവിതത്തിൽ ഈ മാസത്തിൽ വലിയൊരു വേദനയും പ്രയാസവും കടന്നു വന്നു. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വളരെ അർദ്ധരാത്രി സമയത്ത് എന്തോ ഞാൻ ഒറ്റപ്പെടുന്ന അനുഭവം വേദനയുടെ നടുവില്. പക്ഷേ ഏതാണ് ഞങ്ങൾ 1 മണിയോളം കഴിഞ്ഞു തോന്നുന്നു. 2 മണിയോളമായി. പക്ഷേ അടുത്തു ഞാൻ വേറെ ആത്മവിവശനായി. എന്തോ എന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരാൻ പോകുന്നുണ്ട്, എന്തോ ജീവിതത്തിൽ എനിക്ക് ഒറ്റപ്പെടാൻ പോകുന്നുള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വെളിപ്പെടും. ഇതാ സമയം ഞാൻ ഒറ്റപ്പെടാൻ പോകുന്നുണ്ട്, എന്തോ ഞാൻ തകരാൻ പോകുന്നുണ്ട്, ഞാൻ എവിടെ വീഴാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് ആത്മഭാരം എന്റെ ജീവിതത്തിലൊന്നും. ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ അന്ന് ശക്തമായി കരഞ്ഞു. ആ സമയങ്ങളിൽ മിനിറ്റുകളല്ല, ചില മിനിറ്റുകൾ, അരമണിക്കൂർ, മണിക്കൂറോളം ഏങ്ങി ഞാൻ കരഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. പിറ്റേന്ന് വരാൻ പോകുന്ന പ്രശ്നത്തെ ഞാൻ അന്ന് കരഞ്ഞത് ആ രാത്രിയിൽ. ഇന്ന് ഇത്രയും ദിവസം 3-ാം തീയതിയാ കരഞ്ഞത്. എനിക്ക് നല്ല ഈ മാസം 3-ാം തീയതിയാ കരഞ്ഞത്. 4-ാം തീയതി എന്റെ ജീവിതത്തിലേക്ക് വലിയൊരു അനർത്ഥം, പ്രശ്നം കടന്നു വന്ന സമയത്തും, വേദന കടന്നു വന്ന സമയത്തും എല്ലാവരും കരഞ്ഞപ്പോ ഞാൻ ധൈര്യത്തോടെ നിന്നു. എന്റെ മറ്റുള്ളവരെല്ലാം എന്റെ കൂടെ കരഞ്ഞു ഏങ്ങിയപ്പോ, എന്റെ കൂടപ്പറപ്പുകൾ ഏങ്ങിയപ്പോ, എന്റെ മാതാവ് ഏങ്ങിയപ്പോ, നിലവിളിച്ചപ്പോ, പക്ഷേ ആ സമയത്ത് ഞാൻ അവർക്ക് ധൈര്യം കൊടുത്തു. കാര്യം തന്നെ വരാൻ പോകുന്നതിനെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നതിന് വെളിപ്പെടും. നമ്മൾ ധൈര്യം എടുത്തു, പ്രാർത്ഥിച്ചു, ദൈവം ശക്തിപ്പെടുത്തി, കൃപ തന്നു. തകർന്നു പോകുന്നിടത്ത് എന്നെ ദൈവം ബലപ്പെടുത്തി. ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേൽ അങ്ങ് നിറഞ്ഞു. അതാ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ, കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ട സമയത്ത് നീ പ്രാർത്ഥിയില്ലേ. പത്രോസ് എന്ത് ചെയ്തു? അല്പസമയം, എന്നുവെച്ചാൽ അർദ്ധരാത്രി സമയങ്ങളാണ്. പ്രസംഗങ്ങൾ നീണ്ടുപോയാലും ആരും ഉറങ്ങിപ്പോകും. എന്നാൽ ഉറങ്ങേണ്ട സമയത്തൊക്കെ പ്രസംഗിക്കാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയങ്ങൾ തെറ്റി കഴിഞ്ഞാൽ യാദൃച്ഛ്യമായിട്ട് പോകും. പക്ഷേ ആ സമയം നമ്മൾ ജയിച്ചേ പറ്റൂ. ചില സമയം നമുക്ക് ഉറക്കത്തെ അതിജീവിക്കണം. മനസ്സിലായി? അർദ്ധരാത്രി യാത്ര പോകണമെന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ. ഇപ്പം പൈലറ്റ് ഇപ്പൊ അർദ്ധരാത്രിയാണ് പ്ലെയിൻ ഓട്ടിക്കുന്നത്. ഉറങ്ങി പോയിക്കഴിഞ്ഞാൽ പറയണോ എത്ര ജീവൻ. ട്രെയിൻ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ രാത്രിയും പകലും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ ഉണർന്നിരിക്കേണ്ട സമയത്ത്
ഉണർന്നിരുന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് തിരുവചനം വിളിച്ചു പറയുന്നു, വീഴുവാൻ സാധ്യത കൂടുതലാണ്. വീഴുവാൻ സാധ്യത കൂടുതലാണ്. നിന്നെ തള്ളിയിടുവാൻ ശത്രു നോക്കുന്നുണ്ട്. നിന്നെ തള്ളിയിടുവാൻ ശത്രു നോക്കുന്നുണ്ട്. ഉണർന്നിരിക്കേണ്ട സമയത്ത് അതാ വചനം പറഞ്ഞ ഉണർന്നിരിപ്പേൻ, നിങ്ങൾ ഉണർന്നിരിപ്പേൻ, നിങ്ങൾ ഉണർന്നിരിപ്പേൻ, നിങ്ങൾ ഉണർന്നിരിപ്പേൻ. വീഴുവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഉണരേണ്ട സമയത്ത് ഉണരണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരു യാത്ര പോകണം. രാത്രി ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഒരു യാത്ര പോകുന്നുണ്ട്. ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. നമുക്ക് ക്ഷീണവും പ്രയാസവും കൊണ്ട് ദൈവമക്കളെ, ശരീരം എപ്പോഴും ജഡികമാണ്. ശരീരം നമ്മളെപ്പോഴും വലിച്ചുകൊണ്ട് പോകും. ശരീരം എപ്പോഴും നമ്മളെ വലിച്ചുകൊണ്ട് പോകും, നമ്മളെ തളർത്തിക്കൊണ്ടു പോകും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിടുതലെടുക്കാൻ കഴിയാതെ, ഇവിടെ യൂത്തിക്കോസ് വിടുതലെടുക്കാൻ കഴിയാതെ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ഉറക്കത്തിൽ നിന്നും ആളിക 3-ാം നില താഴെ വീഴുന്നത് പോലെ ഇതാ പത്രോസും ആ ഉറക്കത്തിന്മേൽ അതിജീവിച്ച് പ്രാർത്ഥിച്ച് കയറാതെ, എന്നാൽ എന്റെ യേശുവിനെ 3 വട്ടം തള്ളി പറയുവാൻ, അരുമനാഥനെ തള്ളി പറയുവാൻ പത്രോസിന് കഴിഞ്ഞു. ഇവിടെ യൂത്തിക്കോസ് എന്ന വ്യക്തി എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോ മരിച്ചവനായിട്ട് കാണപ്പെട്ടു. വീണാൽ ഒരു പരാജയം നമുക്ക് സംഭവിക്കും. നമ്മൾ വീണു പോയാൽ ഒരു പരാജയം, വീണു പോകാതിരിക്കുവാനാണ് ചില സമയത്ത് രാത്രിയെന്നില്ല പകലെന്നില്ല ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. കർത്താവ് അർദ്ധരാത്രി ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഒരു പ്രശ്നം നമുക്ക് നേരം എടുത്തോണ്ട് ദൈവമക്കളെ, നിങ്ങൾക്ക് നേരം എടുക്കുമ്പോ പ്രഭാതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കണം. അല്ല, ചുമ്മാ നിസ്സാരമായിട്ട് കാണരുത്. ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ പോകുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ പോകുന്നു, നാളെ ഒരു വസ്തു ഇടപാട് നടക്കുന്നു, അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷയാണ്, ഒരു ഇന്റർവ്യൂ ആണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് രാത്രിയുടെ യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു രാത്രിയുടെ യാമം 1 മണിക്കൂറെങ്കിലും ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രഭാതത്തിൽ നടക്കുന്ന പരീക്ഷ ജയിക്കുവാൻ പറ്റും. പ്രഭാതത്തിലെ പരീക്ഷ ജയിക്കാൻ പറ്റും. കാര്യം എന്താണ്? പ്രശ്നത്തെ അതിനുമേ ഉടച്ചു കളയുകയാണ്, പ്രാർത്ഥനയിൽ തകർത്ത് കളയും. പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. ദൈവം കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ട് പ്രാർത്ഥിച്ച് മുന്നേറുമെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. ഹല്ലേലൂയ. ക്ഷീണം മറന്ന് ആരാധിച്ചാട്ടെ. ക്ഷീണം മറന്ന്, തളർച്ച മാറി, ക്ഷീണം മാറി, ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മേലൊരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്. ക്ഷീണങ്ങളെ മറന്ന്, ഭാരങ്ങളെ മറന്ന്, വേദന മറന്ന്, ഉറക്കങ്ങളെ മാറ്റി ആരാധിക്കുമെങ്കിൽ ഒരു വിടുതൽ അത് സംഭവിക്കുന്നുണ്ട്. അവനെ മരിച്ചവനായി വീണ ഉടനെ താഴേക്ക് വീണപ്പോൾ അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന്, മരിച്ചവനായിട്ടാണ് അവൻ എടുത്തുകൊണ്ട് വന്നത്. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണു. അവന്റെ മേൽ വീണു. നോക്കണം, വീണവന്റെ മേൽ അടുത്തൊരാൾ വീണു. ബെസ്റ്റ്. ഹല്ലേലൂയ. വീണ് കിടക്കുന്നവന്റെ മണ്ടയിൽ അടുത്ത് പൗലോസ് ചെന്ന് വീണു കൊടുത്തു. നീ വീണാൽ അല്ലല്ലേ, പക്ഷെ അത് പൗലോസ് ഉള്ളത് കൊണ്ടാ ചെന്ന് വീണത്. ആമേ ഹല്ലേലൂയ. പ്രസംഗിച്ചടുത്ത് ഉറങ്ങി വീണത് കൊണ്ടാണ് അവിടെ ഒരു പൗലോസ് നിന്റെ മേൽ വന്ന് വീണത്. ഹല്ലേലൂയ. അപ്പൊ കൂട്ടത്ത് ആരെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വീണ് കഴിഞ്ഞാൽ കരം പിടിച്ച് കയറ്റി. ഒറ്റയ്ക്കൊക്കെ യാത്ര പോയി കഴിഞ്ഞ് എന്ന് വീണാൽ, അപ്പൊ ഇവിടെ വീണ സമയത്ത് ആമേ പൗലോസ് ഉള്ളത് കൊണ്ട് പൗലോസിനെ എടുത്തുകൊണ്ട് വന്നു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയില്ല. അതിന്റെ മേൽ പൗലോസ് എന്തു വീണു. പൗലോസ് യൂത്തിക്കോസിന്റെ മേൽ വീണു. തഴുകി. ഭ്രമിക്കേണ്ട. അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്നു അപ്പം നുറുക്കി തിന്നു. പുലരുവോളം സംഭാഷിച്ചു. പുലരുവോളം നോയിക്കോളണം. ശുശ്രൂഷ എന്ന പുലരുവോളം, പകലും തുടങ്ങി രാത്രിയോളം തുടങ്ങി ഒരു സ്റ്റോപ്പും ഇല്ല. എന്നുവെച്ചാൽ ചില സൂപ്പർ ഫാസ്റ്റ് അടിച്ചു പോകുന്നുള്ളൂ. സ്റ്റോപ്പില്ല, നോ സ്റ്റോപ്പാണ്. ഈ കിടക്കുന്ന വ്യക്തിയെ തഴുകി, എന്നാൽ അപ്പം നുറുക്കി തിന്നു. പുലരോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. ആ ബാലനെ 12 അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടു തഴുകിയപ്പോൾ തിരുസാന്നിധ്യ യേശുവിന്റെ നാമത്തിലാ പൗലോസ് തഴുകിയത്. മോനെ യൂത്തിക്കോസ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
പൗലോസ് ഇങ്ങനെ പറഞ്ഞാണ്, മോനെ യൂത്തിക്കോസേ, യേശുവിന്റെ നാമത്തിലാണ് ഞാൻ തഴുകുന്നത്. ചില തഴുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആശ്വാസമില്ലാത്തടുത്ത്, നിങ്ങൾ ആശ്വാസം നഷ്ടപ്പെട്ടടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കത്തക്ക വണ്ണം ദൈവത്തിന്റെ തഴുകൾ നിങ്ങളുടെ മേൽ വരുന്നുണ്ട്. ഒരു തഴുകൽ വരുന്നുണ്ട്. മുറിവേറ്റയുടെ മേൽ, വേദനിക്കുന്ന നടുവില് ആത്മാ വിളിച്ചു പറയുന്നുണ്ട്, ഒരു ആശ്വസിക്കുന്ന കര, അപ്പന്റെ കര, ആമേ താഴുകുന്ന, താലോലിക്കുന്ന, തഴുകുന്ന ഒരു കര നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. നീ ദൈവനാമത്തിലാണ് വീണു പോയിട്ടുണ്ടെങ്കിൽ, നീ വചനം കേട്ട് വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കരം പിടിക്കും, ഉറപ്പാണ്. നീ വചനം കേട്ടിട്ട് ദൈവസന്നിധിയിൽ വീണുപോയാൽ, നിങ്ങൾ ആത്മീയ വീണുപോയി കഴിഞ്ഞാൽ ദൈവം കരം പിടിക്കും. ഇന്ന് ആരെങ്കിലും കേട്ട് വീണു പോയിട്ടുണ്ടെങ്കിൽ പറ, എന്റെ കർത്താവ് എന്നെ ഒന്ന് രക്ഷിക്കണമേ. നിങ്ങൾ വചനം കേട്ടു, വചനം കേട്ടിട്ടാണ് വീണു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞൊരു മാനസാന്തരത്തിലൂടെ, ഇന്നൊരു മാനസാന്തരത്തിലൂടെ മടങ്ങി വരാമെങ്കിൽ കർത്താവ് നിന്നെ കരം പിടിച്ചു കയറ്റുന്നുണ്ട്. ഒരു തഴുകൾ, ഒരു തഴുകൾ, ഒരു തഴുകൾ നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. ഒരു തഴുകൾ നിന്റെ മേൽ കടന്നു വരുന്നുണ്ട്. ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്നു അത്യന്തം ആശ്വസിച്ചു. മറ്റുള്ളവരു കണ്ടവർ പറഞ്ഞു, ഇതോടെ തീർന്നുപോയി. മരിച്ചവനായിട്ട് കൊണ്ടുവന്നു, പക്ഷെ ജീവനുള്ളവനായിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രസംഗം കേട്ട് ആരും നശിക്കൂല. തിരുവചനം നീ കേട്ടു വീണു പോയാലും, യേശുവിനെ കണ്ടിട്ടാണ് പത്രോസ് ചാടി ഇറങ്ങിയത്, അല്ലേ? എവിടെ? കടലിന്റെ മേൽ ചാടി ഇറങ്ങിയത്. ആ സമയത്ത് വെള്ളത്തിന്റെ മേൽ ഇറങ്ങിയിട്ട് അല്പസമയം കഴിഞ്ഞ് താണുപോയ സമയത്ത് എന്റെ കർത്താവ് ഒന്ന് കരം പിടിച്ചു. നിങ്ങൾ അല്പസമയം ദൈവ സന്നിധിയില് ആമേ നീ വിശ്വസിത്തോടെ നിൽക്കുമെങ്കിൽ, ഇന്ന് നീ അല്പസമയം മാറുമ്പോ അധിക സമയം വരും. അധിക സമയം നിന്റെ സമയമായി വരുമ്പോ ആ രാത്രിയുടെ യാമങ്ങളിൽ യേശു നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന സമയത്ത് മറ്റുള്ള ശിഷ്യന്മാരും കടലിലോട്ട് ചാടാൻ അനുവദിച്ചില്ല. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ എല്ലാ ശിഷ്യന്മാർക്കും ഈ നടക്കാനുള്ള കൃപ കിട്ടിയില്ല. പത്രോസിന് മാത്രമേ നടക്കുവാനൊരു ആത്മഭാരം വന്നതുള്ളൂ. എന്നാൽ പെട്ടെന്നെടുത്ത് കടലിൽ ചാടുക, അനുവാദം ചോദിച്ചു. ദൈവത്തിന് അനുവാദമില്ലാതെ കടലിൽ ചാടരുത്. ദൈവം അനുവാദം കൊടുത്തു. എന്റെ പ്രസംഗം അതല്ല. ഞാൻ ദൈവം പിടിച്ച കരം കയറ്റിയ പോവാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ ഭാഗത്ത് യേശുവരൻ നടന്നു വരാൻ നടന്നു. അല്പം കഴിഞ്ഞപ്പോ ഒന്ന് താണുപോയി. ആ താഴുന്ന സമയത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നു. ഞാൻ പറയുന്നത്, ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്കൊരു പ്രശ്നം വന്നാൽ, നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു കഷ്ടത വന്നാൽ ദൈവം നിന്നെ തഴുകും. ദൈവം കൈവിടത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. കാര്യം എന്താണ്? നിന്റെ ദൈവം വലിയവനാണ്. നീ പ്രസംഗം കേട്ടിട്ടാണ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ നീ നിരാശപ്പെടണ്ട. നശിച്ചു പോകത്തില്ല. നീ പ്രസംഗം കേട്ടിട്ടാണ് ഇറങ്ങി പോകുന്നെങ്കിൽ നശിച്ചു പോകത്തില്ല. കാര്യം എന്നാണ്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് തിരുവചനം കേൾക്കുന്ന, ലോകമെമ്പാടും ചാനലിലൂടെയും മീഡിയയിലൂടെയും കേൾക്കുന്ന സകലവരോട് പറയുകയാണ്, നീ യേശുവിനെ കേട്ടിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ, യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നീ നശിച്ചു പോകത്തില്ല. കാര്യം എന്താണ്? നിന്നെ രക്ഷിക്കുന്ന ഒരു കരം നിന്റെ മേലുണ്ട്. ആമേ, ഇന്ന് വിശ്വാസത്തോടെ പറ, എന്നെ രക്ഷിക്കുന്ന ഒരു കരമുണ്ട്. കാര്യം എന്താ? ദൈവം ആമേ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മറ്റുള്ളവർ മുമ്പിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് 3-ാമത്തെ നിലയിൽ നിന്ന് മാളിക മുറിയിൽ നിന്ന് വീഴുന്ന യൂത്തിക്കോസിനെ നോക്കുമ്പോൾ മരിച്ചവനായി കണ്ടു. എന്നാൽ പ്രസംഗിക്കുന്ന തിരുവചനം, ജീവനുള്ള ദൈവത്തിന്റെ വചനം മുഴക്കുന്ന ശക്തമായി പ്രസംഗിക്കുന്ന പൗലോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന സമയത്ത്, അടുത്ത് മറ്റിടത്തല്ല കൊണ്ടുപോയത്, പൗലോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്ത് ചെയ്തു? പൗലോസ് ഒന്ന് അതിന്റെ മേൽ കയറി കിടന്നു, തഴുകിയ സമയത്ത് ജീവൻ മടങ്ങി വന്നു. എവിടെയോ ജീവൻ പതിയിരിപ്പുണ്ട്. ഇന്ന് എവിടെയെങ്കിലും ജീവിച്ച് പലവരും ഒന്നും ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ പലരും ജീവിക്കണമെന്നേ ഉള്ളൂ, അല്ലെ? ഇവിടെ ചത്ത് ജീവിക്കുന്നത് പോലെ ഒരു നന്മയില്ല, ഒരു അനുഗ്രഹമില്ല. അതിനുമേൽ മാറ്റം വരാൻ പോകുകയാണ്. നിങ്ങൾ പുറമെ ജീവിക്കുന്ന അവസ്ഥ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ, തിരുവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ചില മാറ്റങ്ങൾ വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ആമേ. ജീവനില്ലാത്തൊരു ജീവൻ പ്രാപിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ജീവനില്ലാത്തതിനെ, ജീവനില്ലാതെ നമ്മൾ
അല്ലെ? നമ്മൾ കയറി വരുമ്പോ നമുക്ക് ക്ഷീണവും പ്രയാസം, ഇങ്ങനെ ജീവനില്ലാതെ ഇങ്ങനെ വരും. അയ്യോ അയ്യോ, ഓ ക്ഷീണവും തളർച്ചയും. പ്രസംഗം കേൾക്കുമ്പോ ശക്തി പ്രാപിക്കുകയല്ലേ? വചനം കേൾക്കുമ്പോ ബലപ്പെടുകയല്ലേ? മുന്നോട്ട് പോകാതെ നിങ്ങൾക്ക് പ്രത്യാശ തരികയല്ലേ? കാര്യമതാ, നിന്റെ കൂടെ നിൽക്കുന്നൊരു യേശു ഉണ്ട്, നിന്റെ കൂടെ വരുന്നൊരു യേശു ഉണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു വരെ, ജീവിതത്തിനെ കുറിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട്, നിങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും ശരിയാവൂല. ഞാൻ ഇനി വീഴുന്നതാ. എന്റെ ജീവിതത്തിൽ വീണുപോയി, കുടുംബത്തിൽ വീണുപോയി, ഞാൻ മക്കളെ മുമ്പിൽ വീണുപോയി, ഭാര്യയുടെ മുമ്പിൽ വീണുപോയി, നാട്ടുകാരുടെ മുമ്പിൽ വീണുപോയി, സഭയിൽ വീണുപോയി എന്ന് പറഞ്ഞിട്ട് ഇനി ജീവിച്ചിരിക്കണ്ട, മരിച്ചാ മതി എന്ന് പറയുന്ന ഈ ഒരു ആത്മഹത്യയിലേക്ക് ഒരുങ്ങി നിൽക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിന്നെ ദൈവം വീണ സ്ഥലത്ത് നിന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ആമേ, നീ വീണ സ്ഥലത്ത് എവിടെയാണോ നിന്റെ തല കുനിച്ചിരിക്കുന്നത്, അവിടെ ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ദൈവ പൈതലേ, ദൈവത്തിന്റെ ഒരു തഴുക നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാമ്പത്തികമായി ഭാരപ്പെടുമ്പോ, വേറെ നടുവിലായിരിക്കുമ്പോ വീണുപോയി, കർത്താവേ ഞാൻ വീണുപോയി. എവിടെയാ വീണുപോയത്? വീണടുത്തു നിന്നും ദൈവം നിന്നെ കരം പിടിക്കുന്നുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. നമ്മളെ ദൈവത്തെ അവിശ്വസിക്കരുത്. നമ്മളെ ദൈവത്തിനെ നിങ്ങൾ ഒരിക്കലും അവിശ്വാസിയായിട്ട് കാണരുത്. നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടാതെ വരുമ്പോ, അയ്യോ ഇനി പ്രാർത്ഥനയും വേണ്ട, പള്ളിയിലും പോണ്ട, ആരാധനയും വേണ്ട, തീറ്റയും ഇല്ല, കുടിയും ഇല്ല, കുളിയില്ല, നനയില്ല, പിന്നെന്ത് ചെയ്യും? ഉടനെ എന്ത് ചെയ്യും? മുടിയും വിട്ടൂല അല്ലേ? കുളിക്കാത്തില്ലൊക്കെ ഒരു പ്രാർത്ഥന പോലെ നടക്കും. വേണ്ട, പ്രതീക്ഷ കൈപ്പൊണ്ട. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇതുവരെയും ദൈവം കരം പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എന്റെ ദൈവം എത്തിക്കുക ചെയ്യും. നിങ്ങൾ ഇതുവരെ നടത്തിയ ദൈവത്തിന് ഒരു പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ, നീ പ്രസംഗം കേട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, താഴെ വീണു പോയിട്ടുണ്ട്. എത്രയോ പേര് താഴെ വീണുപോയവരുണ്ട് ദൈവമക്കളെ. കർത്താവിനെ അറിഞ്ഞിട്ട് എത്രയോ പേര് വീണുപോയിട്ടുണ്ട്. ആത്മീയയില് എത്രയോ ദൈവദാസന്മാർ വീണുപോയി, എത്രയോ ദൈവമക്കൾ വീണുപോയി. ഇന്ന് പ്രസംഗം കേട്ടിട്ടും ആത്മീയയിൽ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട് അല്ലെ? പ്രസംഗം കേട്ട് എത്രയോ പേര് യേശുവിനെ സ്വീകരിച്ചിട്ട് എത്രയോ പേര് ആത്മീയയിൽ മരിച്ചുപോയി. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ അങ്ങനെ ഈ പ്രസംഗം കേൾക്കുന്നവരൊന്ന് പറ, എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഞാൻ ഒന്ന് വരും. മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാവം ചെയ്തു എന്ന് പറയത്തക്കണോ ഒരു കുറ്റമറ്റ മനസാക്ഷി നിങ്ങളുടെ മേൽ വരുമെങ്കിൽ, ഒരു പാവബോധ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാവക്കാടി ചുവപ്പാണെങ്കിലും വീണുപോയവനെ താണുപോയവനെ എന്റെ ദൈവം എന്തു കൊടുത്തു? കരം കൊടുത്തു. വെള്ളത്തിൽ താണുപോയ പത്രോസിനെ കരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വീണുപോയ യൂത്തിക്കോസിനെ ആമേ പൗലോസ് കയറി ആമേ തഴുകിയിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ കരം നിന്റെ മേൽ എന്റെ മേലുണ്ട്. ഹരമടിച്ച് ആത്മാവിനെ ആരാധിച്ചോ. ഓ, അപ്പന്റെ കരം നിന്റെ മേൽ എന്റെ മേൽ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ശക്തി പ്രാപിച്ചട്ടെ, ആ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ആ കൃപ നിന്റെ മേൽ ഇറങ്ങട്ടെ. അസ്തല ബൗഡവരാചപദീന രഗനെ വൈഡവരന്തല ബൗഡ. ചില എഴുന്നേൽപ്പ് ജീവിതത്തിന് മേൽ, ചില എഴുന്നേൽപ്പ്, ചില വീഴ്ചയിൽ നിന്ന്, താഴ്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് എന്റെ ദൈവം നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. താണുപോയവരെ കുറിച്ച്, നശിച്ചുപോയവരെ കുറിച്ച്, വീണുപോയവരെ കുറിച്ച് എല്ലാവരും പറഞ്ഞു, കണ്ടുണെന്ന് കേട്ടുണെന്ന് എല്ലാരും പറഞ്ഞു. യൂത്തിക്കോസിന്റെ കാര്യം ഇതോടെ തീർന്നു അല്ലേ? യൂത്തിക്കോസിന് പൗലോസ് പറയുമ്പോ താഴെ വീണ സമയത്ത് എത്ര ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാരും പറഞ്ഞു, ഓ പാവം, യൂത്തിക്കോസിന്റെ കാര്യം ഇതോടെ തീർന്നു. പക്ഷെ നിന്നെ കുറിച്ച് പലരും പറയുകയാണ്, നിന്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു പറയാണ്, മോനെ നിന്റെ ജീവിതം ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നടാ. ഓ, നിന്റെ ജീവിതം ഇന്നു മുതൽ ഇതാ തുടങ്ങാൻ പോകുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നിടത്ത് നിന്നും, മറ്റുള്ളവർ വിധിച്ച സ്ഥലത്ത് നിന്നും ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്.
നിങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, ആമേൻ, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ദൈവം അവിടെ നിന്നും തുടങ്ങുന്ന ദൈവമാണ്, അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്, അവിടെ നിന്ന് നിങ്ങളെ കരം പിടിച്ച് കയറ്റുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ കരങ്ങൾ വിശ്വസിക്കുക, ഈ ദൈവത്തിന് പ്രാർത്ഥിക്കുക, ഈ ദൈവത്തെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവം അത്ഭുതം ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ടേക്കാം, പ്രാർത്ഥിക്കാം. നിത്യരും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണുപോയ യൂത്തിയോക്കോസിനെ ദൈവമേ പൗലോസ് എഴുന്നേൽപ്പിച്ച പോലെ സ്വർഗത്തിന്റെ കരം, അപ്പന്റെ കരം അവിടെ ഇറങ്ങി വന്നതിനായി സ്തോത്രം. ഇന്ന് പലരും വീണുപോയവരെ, ഞങ്ങൾ തകർന്ന സഹോദരങ്ങളെ, ചാനലിലൂടെ കേൾക്കുന്ന സകലവരെ, ഈ ലോകത്താണ് വീണുപോയ, കുടുംബത്തിൽ വീണുപോയവര്, ആത്മീയയിൽ വീണുപോയവര്, പ്രാർത്ഥനയിൽ വീണുപോയവരെ ദൈവമേ കരം പിടിച്ച് കയറ്റുന്നതിനായി സ്തോത്രം. അപ്പ അടുത്ത നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ആരും നശിച്ചു പോകാതെ, ഒരു മക്കൾ പോലും നശിച്ചു പോകാതെ, ഈ ലോകത്ത് നീക്കപ്പെടാതെ ദൈവമേ ദൈവം തന്ന ആയുസ്, അപ്പച്ച ആയുസ് ജീവിച്ച് തീർക്കത്തക്കവണ്ണം, ദൈവത്തിന് ഇഷ്ടം ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തണം. ദൈവ സകലവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണുപോയവർ കയറി വരട്ടെ, തകർന്നു പോയി കയറി വരട്ടെ. അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിപ്പാനിട വന്നില്ല. സകലവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ സകലവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഒന്ന് വിരാമം കുറിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.